പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം ഒരു സ്നേഹത്തോരനായാലോ? എന്തിനാണ് എന്ന് ഞാൻ പറയാം. ആദ്യം തോരനെ കാണിക്കാം. അതായത് ഇതാണ് ഞാൻ പറഞ്ഞ സ്നേഹത്തോരൻ. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് വെള്ളരിക്കയും കോവയ്ക്കയും കൂടി ചേർത്ത് ഉണ്ടാക്കിയ ഒരു തോരനാണ്. അത് വെള്ളരിക്കയും കോവയ്ക്കയും വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം നല്ലതുപോലെ കുരുകുര അരിഞ്ഞ്, അതിനോടൊപ്പം കാന്താരി കിട്ടുമെങ്കിൽ 2 കാന്താരിയും കുറച്ച് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിനാവശ്യമായ ഉപ്പും ചേർത്ത് ഒന്ന് ഞവടി കൂട്ടി നല്ലതുപോലെ ഞവടി അമർത്തി ഒരു പാത്രത്തിൽ ഇങ്ങനെ വെക്കണം. അതിനുശേഷം അത് കുറച്ച് നേരം വെക്കണം. ആ സമയത്ത് നമ്മൾ ഇതിനുള്ള അരപ്പ് തയ്യാറാക്കണം. അരപ്പെന്ന് പറയുന്നത് വെറും തേങ്ങയും നല്ല ജീരകവും 2-3 കൊച്ചുള്ളിയും ചേർത്ത് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. അപ്പോഴത്തേക്കും ഈ വെള്ളരിക്കയും കോവയ്ക്കയും കൂടിയുള്ള സാധനത്തിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അതപ്പോൾ നമ്മൾ ഒരു നല്ലൊരു ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ കുറച്ച് ഉഴുന്ന് പരിപ്പും ഇട്ട് നല്ലതുപോലെ ഇളക്കണം. ഇളക്കി ഉഴുന്ന് പരിപ്പ് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ചെറുതായി മുറിച്ചതും കറിവേപ്പിലയും കുറച്ച് മുളകിൻ്റെ സ്ക്രാമ്പിൾസും കുറച്ച് ഇട്ടിങ്ങനെ ഇളക്കി മൂത്ത് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഈ വെള്ളരിക്കയും കോവയ്ക്കയും കൂട്ട് അതിലിട്ട് നല്ലതുപോലെ ഇളക്കണം. ചെറിയ തീയിൽ വെച്ച് കുറേ നേരം ഇങ്ങനെ ഇളക്കണം. വെള്ളം ഒന്നും ചേർക്കരുത്, വെള്ളം ചേർക്കേണ്ട കാര്യമേ ഇല്ല. ഇളക്കി നല്ലതുപോലെ ഒന്ന് വാടി വരുമ്പോൾ അത് എല്ലാം അമർത്തി വെച്ച് ഒന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് വെന്ത് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തുറന്ന് നോക്കി അത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ അരപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കുറച്ച് നേരം അടച്ചു വെച്ചാൽ ഇങ്ങനെ മനോഹരമായ രുചികരമായ ഒരു കോവയ്ക്ക വെള്ളരിക്ക തോരൻ കിട്ടും. അതൊരു സ്നേഹത്തോരനാണെന്ന് പറയാൻ കാരണം, ഡയബറ്റിക്സും പ്രഷറും കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയ ആളുകളുണ്ട്. അവർക്കൊന്നും കണ്ണിൽ നല്ല ആഹാരം കണ്ടാൽ അത് എടുത്ത് തിന്നണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അത് തിന്നാൻ പറ്റുകയില്ല. അങ്ങനെയുള്ളവർ ഈ ഒരു തോരൻ ഉണ്ടാക്കി ആദ്യം കുറച്ച് നല്ലതുപോലെ വയറ് പകുതി നിറയുന്നവരെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള എല്ലാ ആഹാരങ്ങളും നമുക്ക് കുറച്ച് എടുത്ത് കഴിക്കാം. അപ്പോൾ നല്ല ആഹാരം കഴിച്ചൊന്നിൽ തൃപ്തി ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, ഈ വെള്ളരിക്കയും കോവയ്ക്കയും ഡയബറ്റിക്കാർക്ക് അവരുടെ ഞരമ്പുകൾക്കുള്ള വീക്ക്നെസ് മാറ്റാനും ശരീരത്തിൻ്റെ വെള്ളത്തിൻ്റെ അവസ്ഥ കൂട്ടാനും ഒക്കെ നല്ലതാണ്. ഇൻസുലിനും കൂടെ ഉള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട. എല്ലാ ആഹാരവും കഴിച്ച് തന്നെ ഡയബറ്റിക് ഉള്ളവർക്കും പ്രഷറുള്ളവർക്കും ജീവിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുക. പ്രഷറുള്ളവരാണെങ്കിൽ ചേർക്കുന്ന ഉപ്പ് ഇന്ദുപ്പായാൽ ഏറ്റവും നല്ലതായിരിക്കും. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒരുപാട് ഗുണകരമാണ്, എല്ലാവർക്കും നല്ലത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റും ഒക്കെ ചെയ്യണേ.